തൻ്റെ അച്ഛനെക്കുറിച്ച്, അച്ഛൻ്റെ ദേശത്തെക്കുറിച്ച് അമ്മ പകർന്നു നൽകിയ ഒളിമങ്ങാത്ത സ്മരണകളും വിവരണങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നരേന്ദ്രൻ എന്ന മകൻ സ്വന്തം അച്ഛനെ തേടി കേരളത്തിലെത്തുന്നു. പാഠഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. മുരിങ്ങാമരത്തോപ്പ്. എഴുതിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പുതൂർ. നമസ്കാരം. ലേൺ മലയാളം ഇതിലാവുന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗം മുരിങ്ങാമരത്തോപ്പ്. സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ. തൃശൂർ ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 600ഓളം കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 29 കഥാസമാഹാരങ്ങൾ, 15 നോവലുകൾ, ഒരു കവിതാ സമാഹാരം, ജീവചരിത്രം ഉൾപ്പെടെ നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രധാന കൃതികൾ ബലിക്കല്ല്, എൻ്റെ 101 കഥകൾ, നാഴികമണി, ആനപ്പക, മനസ്സേ മടങ്ങുക, അങ്ങനെ ഒട്ടനേകം കഥകൾ. ഗുരുവായൂർ ദേവസ്വം, കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗം, ഭക്തപ്രിയ മാസികയുടെ സ്ഥാപക പത്രാധിപ സമിതി അംഗം എന്നീ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡുണ്ട്, ജി സ്മാരക അവാർഡുണ്ട്, പത്മപ്രഭ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. കഥ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏറെയും അറിയുന്നതാണ്. ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു നരേന്ദ്രൻ. എവിടെയും ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രന്റെ മനസ്സിൽ സംഘർഷം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? നരേന്ദ്രന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സംഘർഷമാണ്, അല്ലെ? എവിടെയും ഉറച്ചു നിൽക്കാൻ പറ്റാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. സ്വന്തം അച്ഛനെ കണ്ടെത്തുക എന്നതായിരുന്നു അവൻ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജോലിയിലും പൂർണ്ണ ശ്രദ്ധ കൊടുക്കാനോ സ്ഥിരമായി എവിടെയെങ്കിലും താമസിക്കാനോ അവന് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണ്? അമ്മയെയും തന്നെ ഉപേക്ഷിച്ചു പോയ അച്ഛനോടുള്ള പകയാണ്. അച്ഛൻ ഉപേക്ഷിച്ചു പോയപ്പോൾ അമ്മ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. ആ കാഴ്ചകൾ, ആ അനുഭവങ്ങൾ ആ കൊച്ചു മനസ്സിലുണ്ടാക്കിയ നീറ്റൽ അവൻ വളർന്നു വലുതായപ്പോൾ എന്തായി? പകയായി മാറി. അച്ഛനെ കണ്ടെത്തിയാൽ മാത്രമേ തന്റെ വ്യക്തിത്വത്തിന് ഒരു പൂർണ്ണത കൈവരൂ എന്ന് നരേന്ദ്രൻ വിശ്വസിച്ചു. അവന്റെ മാനസികമായ അലച്ചിൽ കൊണ്ട് തന്നെയാണ് അവന് ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കാൻ കഴിയാഞ്ഞത്. അതിന്റെ സംഘർഷങ്ങൾക്കും കാരണം ഇതാണ്. നമുക്കും അങ്ങനെയല്ലേ? എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ സംഘർഷം അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി, ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്നതായിരിക്കാം, കുട്ടികളാണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കാൻ സാധിക്കില്ല. നരേന്ദ്രൻ അങ്ങനെയാണ്. ഒരു ചെറിയ കാര്യമല്ല, അവന്റെ അച്ഛനെ തേടി അലയുന്ന ഒരു കാഴ്ചയാണ് അത്. നമ്മൾ നേരിടുന്ന നിസ്സാരമായൊരു മാനസിക സംഘർഷമല്ല. സ്വന്തം അച്ഛനെ തേടി പിതൃത്വം അന്വേഷിച്ച്, അല്ലെങ്കിൽ അച്ഛൻ എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ചിന്ത വളരെ കൂടുതലാണ്, അല്ലേ? നരേന്ദ്രന്റെ മനസ്സില് അച്ഛന്റെ ജന്മദേശത്തെ കുറിച്ച് ഒരുപാട് അനുഭവതലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് അവന്റെ അമ്മയാണ്. അമ്മ പറഞ്ഞു കേട്ട അനുഭവങ്ങളിലൂടെയാണ് അവന്റെ മനസ്സിൽ അച്ഛന്റെ നാടിനെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങളും ആ പ്രകൃതി ഭംഗിയൊക്കെ അവന്റെ മനസ്സിൽ തന്നെ ലയിച്ചു ചേരുന്നത്. പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവച്ച പൂക്കൈതകൾ, അങ്ങനെ അങ്ങനെ അച്ഛൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞു കേട്ട ഓർമ്മകളിലൂടെയാണ് അവന്റെ സഞ്ചാരം. അച്ഛന്റെ രക്തം അവന്റെ സിരകളിലൂടെ ഓടുന്നു എന്നുള്ളതാണ്. ആ മണ്ണിലേക്കാണ് അവന്റെ കുതിച്ചുപാച്ചിൽ. അവൻ ആ മണ്ണിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. കഥയിലെ പ്രത്യേക പ്രയോഗങ്ങൾ നമുക്ക് നോക്കാം. സമുദ്രത്തിന്റെ കയ്യേറ്റത്തിൽ തകർന്നിരിക്കുന്നു. എന്താ തകർന്നിരിക്കുന്നത്? ഇവിടെ ടിപ്പുവിന്റെ കോട്ടയെക്കുറിച്ചുള്ളൊരു സൂചനയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ നിർമ്മിതികൾക്ക്, ഈ കോട്ട പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, മനുഷ്യ നിർമ്മിച്ചതാണ്. ആ നിർമ്മിതികൾക്കൊക്കെ സംഭവിക്കാവുന്നൊരു നാശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമുദ്രത്തിൻ്റെ കയ്യേറ്റത്തിൽ ടിപ്പുവിൻ്റെ കോട്ട തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലാന്തരത്തിൽ ആ കോട്ടയ്ക്ക് പ്രകൃതി തന്നെ നാശം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ ഓർമ്മകൾ ഒരു നേർധാരയായി അവനിൽ പ്രവഹിച്ചു. എന്തായിരുന്നു ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? അച്ഛൻ്റെ ഓർമ്മകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് നരേന്ദ്രൻ്റെ മനസ്സിൽ വന്ന് നിറയുകയാണ്. സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു ഓർമ്മ. അതായത് ചില ഓർമ്മകൾ നമ്മൾ ഓർക്കണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തികട്ടി വരും. അതേപോലെ നരേന്ദ്രൻ്റെ മനസ്സിലും ഒഴുകി വരുന്ന ഒരു പ്രവാഹം പോലെ ഒഴുകി വരുന്നതായിരുന്നു അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ. അതാണ് നേർപ്രവാഹമായി എന്ന് പറയുന്നത്. അവൻ്റെ നിറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ ഒരു തീവ്രമായൊരു അനുഭവമായി
പാഠഭാഗം തുടങ്ങുമ്പോൾ പറയുന്നില്ലേ എന്തൊക്കെയാണ് ദേശത്തിൻ്റെ പ്രത്യേകതകളായി പറയുന്നത്? 3 ഭാഗത്ത് പുഴ, പടിഞ്ഞാറ് കടൽ, അതിരിടുന്ന ഒരു ദ്വീപ് അല്ലേ? ആ ദ്വീപിന് സമാനമായിട്ടുള്ളൊരു പ്രദേശമാണെന്ന് പറയുന്നു. അവിടെ എന്തൊക്കെയുണ്ട്? പറങ്കിമാവിൻ തോപ്പുകൾ, മുരിങ്ങാമരങ്ങൾ, പുന്നമരങ്ങൾ, രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, പൂക്കൈതകൾ എന്നിവയെല്ലാം ഈ ദേശത്തിൻ്റെ സവിശേഷതകളാണ്. പൂഴിമണൽ നിറഞ്ഞ പ്രദേശമാണ്. ടിപ്പുവിൻ്റെ പഴയ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. പാഠഭാഗം തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് 2 പാരഗ്രാഫ് ഖണ്ഡികയിൽ പറയുന്ന കാര്യങ്ങളാണ് ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു എവിടെയും ഉറച്ചു നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നരേന്ദ്രൻ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് അതിൻ്റെ പ്രധാന കാരണം? എന്താ? അവൻ്റെ മനസ്സിൽ എപ്പോഴും അച്ഛനെ കണ്ടെത്താനുള്ളൊരു അന്വേഷണ ത്വരയാണ്. അച്ഛനെ കണ്ടെത്തണം. അച്ഛൻ തനിക്ക് ജന്മം നൽകിയ അച്ഛൻ എവിടെയോ, കേരളത്തിൽ എവിടെയോ ഉണ്ട്. ആ ദേശത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു കേട്ട അറിവുണ്ട്. ഒരു ദ്വീപാണെന്നറിയാം. അവിടെ എത്തണം. എന്നാൽ മാത്രമേ തനിക്ക് സ്വസ്ഥത ഉണ്ടാവൂ. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അവന് ഒരിടത്തും ഉറച്ചു നിൽക്കാനോ മനസ്സുറപ്പിച്ച് ജോലി ചെയ്യാനൊന്നും സാധിച്ചില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നരേന്ദ്രൻ തൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിലെ രൂപം തെളിഞ്ഞിരുന്നു. അത് അമ്മയുടെ വാക്കുകളിലൂടെയാണ് ആ വർണ്ണന അവൻ കേട്ടിരുന്നത്. എന്തൊക്കെയാണ്? അമ്മയുടെ വിവരണം അനുസരിച്ച് അവൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണ് എന്നിരുന്നാലും പട്ടാളക്കാരുടെ മാതിരി ഒരു പതിവ് മീശ ഉണ്ടായിരുന്നില്ല. ക്ലീൻ ഷേവ് ആയിരുന്നു. മുഖത്ത് പൗരുഷം പ്രകടമായിരുന്നു. തിളങ്ങുന്ന പൂച്ചക്കണ്ണുകളാണ്. പരസ്പരം കൂട്ടിമുട്ടുന്ന പുരികക്കൊടിയാണ്. അതുപോലെ തന്നെ ഒരു കട്ടമൂക്കനാണ്. കട്ടി കൂടിയ മൂക്ക്, കട്ടമൂക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? വെളുപ്പ് കലർന്ന ചുവന്ന നിറവും കറുകറുത്ത ചുരുണ്ടു മുടിയുള്ള ഉയരമുള്ള ഒരു അജാനബാഹുവായിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മണ്ണ് അവനിലേക്കും അവൻ മണ്ണിലേക്കും ലയിക്കുന്നു. ഒരു തീർത്ഥയാത്രയുടെ പുണ്യം. തൻ്റെ യാത്ര ഇവിടെ തുടങ്ങുന്നു. ഇങ്ങനെ നരേന്ദ്രനിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അച്ഛൻ്റെ ജന്മനാട്ടിൽ കാലുകുത്തുമ്പോൾ നരേന്ദ്രന് എന്തായിരുന്നു അച്ഛനും ആ മകനും തമ്മിലുള്ള ഒരു അഗാധമായിട്ടുള്ള ഒരു ബന്ധത്തെ, അല്ലെങ്കിൽ തൻ്റെ പിതൃത്വത്തെ കുറിക്കുന്ന സൂചനകൾ, അല്ലെങ്കിൽ അതിലേക്ക് താൻ എത്തിപ്പെടുന്നു എന്നതിൻ്റെ ചിത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. സ്വന്തം പിതാവ് താമസിക്കുന്ന ഇടത്തേക്ക് പൈതൃകം തേടിയിട്ടുള്ള ആ യാത്രയിലേക്ക് ഒരു തീർത്ഥയാത്രയുടെ പുണ്യം അവന് ഇതിൽ ലഭിക്കുന്നുണ്ട്. തൻ്റെ ജീവിതയാത്രയുടെ യഥാർത്ഥ തുടക്കം ഇതിലാണ്. അതായത് തൻ്റെ സ്വത്വം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കുകയില്ല. അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. എന്താണ്? അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. നിന്റെ ശ്രമം ഉപേക്ഷിക്കരുത്. ആ വാക്കുകളാണ് നരേന്ദ്രൻ വലിയ സ്വാധീനം ചെലുത്തിയത്. അവൻ്റെ ദൃഢനിശ്ചയത്തെ കൂടുതൽ ദൃഢീകരിക്കുന്ന, എന്താണ്, അച്ഛൻ്റെ ജന്മനാട് അന്വേഷിക്കുക, അച്ഛനെ അന്വേഷിക്കുക, കണ്ടെത്തുക എന്നുള്ള ആ ദൃഢനിശ്ചയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ആ ഗുരുവിൻ്റെ വാക്കുകൾ, ആ സന്യാസിയുടെ വാക്കുകൾ. അതുകൊണ്ട് എന്തായിരുന്നു? അന്വേഷിച്ച് കൊണ്ടിരിക്കുന്നത് കണ്ടെത്താതിരിക്കുകയില്ല, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് അദ്ദേഹം. അന്വേഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ശ്രമം ഉപേക്ഷിക്കരുത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ആവണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ ഉയർച്ചയിലേക്ക്, പുരോഗതിയിലേക്ക് എന്തൊക്കെയാണ് ലക്ഷ്യമാക്കുന്നത് അതിൻ്റെ പ്രയത്നം തുടരുക തന്നെ വേണം. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ തളരാൻ പാടില്ല. നരേന്ദ്രൻ്റെ അമ്മ ഭർത്താവിൻ്റെ നാടിനെക്കുറിച്ച്, അതായത് നരേന്ദ്രൻ്റെ അച്ഛൻ്റെ നാടിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവനിൽ ആദ്യം ഉണ്ടായ ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ലേ? ഇത്രയൊക്കെ അമ്മ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അവൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞത് എന്താ? ഇതൊക്കെ കെട്ടുകഥയാണ് അല്ലേ, അമ്മ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് എന്നതാണ് ഇവിടെ അവൻ്റെ മനസ്സിലേക്ക് വന്നത്. കാരണം അവന് വിശ്വാസയോഗ്യമായിട്ടില്ല, താൻ കണ്ടിട്ടില്ല. നരേന്ദ്രൻ്റെ അമ്മ പോലും കാണാത്ത നാടിനെക്കുറിച്ചാണ്, തൻ്റെ ഭർത്താവിൻ്റെ നാടിനെക്കുറിച്ചാണ് നരേന്ദ്രൻ്റെ അമ്മ അവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നരേന്ദ്രന് വിശ്വസിക്കാൻ പറ്റുമോ? തൻ്റെ അമ്മ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. തൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. ആ അറിവാണ് തനിക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് നരേന്ദ്രൻ അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. എന്തോ കെട്ടുകഥയാണ് അമ്മ മെനഞ്ഞുണ്ടാക്കി പറയുന്നതെന്നാണ് അവൻ കരുതിയത്. ഇരുൾ മൂടിയ സന്ധ്യ. തൻ്റെ പിതാവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ നരേന്ദ്രൻ്റെ മനസ്സിലുണ്ടായൊരു അസ്വസ്ഥതയാണ്. അവൻ്റെ അസ്വസ്ഥമായ, നേരത്തെ അവൻ്റെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു അച്ഛനെ കണ്ടെത്തണമെന്നുള്ളത്. ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞപ്പോഴോ അതിലേറെ അസ്വസ്ഥമാണ് അവൻ്റെ മനസ്സ്. അതാണ് ഇരുൾമൂടിയ സന്ധ്യ. അവൻ്റെ മനസ്സിലെ ഒരു ആശയക്കുഴപ്പമാണ്. ആ ഇരുൾമൂടിയ തെളിച്ചമില്ലാത്തൊരവസ്ഥ. പ്രകൃതി നമ്മളിങ്ങനെ അറിയില്ലേ, മൂടിക്കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു സന്തോഷമില്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ നരേന്ദ്രൻ്റെ മനസ്സിലും എന്താണ്, ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ഇരുൾ മൂടിയിരിക്കുകയാണ്. അതായത് അവൻ്റെ ഭാവിയെക്കുറിച്ച് ഇനി അറിയില്ല. അച്ഛനോട് സ്വന്തം താൻ മകനാണ് എന്ന് പറയേണ്ട
പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല. അച്ഛൻ വേറെ കുടുംബമായിട്ട് താമസിക്കുകയാണ്, അല്ലേ? അന്വേഷണം കഴിഞ്ഞു, അവൻ അച്ഛനെ കണ്ടെത്തി. പക്ഷേ ഇപ്പോഴാണ് അവൻ്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായത്. നേരത്തെ അസ്വസ്ഥമായിരുന്നു, സംഘർഷഭരിതമായിരുന്നു. അച്ഛനെ കണ്ടെത്തണം, ജന്മനാട്ടിൽ പോകണം, അച്ഛൻ്റെ നാട്ടിൽ പോകണം എന്നൊക്കെ അവൻ്റെ മനസ്സിൽ ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് അവനേറെ അവൻ്റെ മനസ്സിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നത്. കണ്ടെത്തി കഴിഞ്ഞിട്ട് അവന് പറയാൻ പറ്റുമോ അങ്ങയുടെ മകനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ മനസ്സിൽ ഇരുൾ മൂടിയൊരു സന്ധ്യ പോലെ അവിടെ ഒരു അവസ്ഥാവിശേഷം സംജാതമായി എന്നാണ് പറയുന്നത്.